ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമ്മുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിന് എന്നും എപ്പോഴും എല്ലായിടങ്ങളിലും സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്ന് കേൾക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും നിന്റെ പരിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകണമേ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഉള്ളത് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. കേട്ട് കൈയടിച്ച് പോകാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാനിന്ന് പറയാൻ പോകുന്നതെന്ന് മുഖവരയായി പറഞ്ഞുകൊള്ളട്ടെ. ഇത് എന്നെയും നിങ്ങളെയും അസ്വസ്ഥപ്പെടുത്തും, സംശയമില്ല. ഈ വിഷയത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം പറയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂദാസ്ലീഹായുടെ നൊവേനയും തിരുനാളുമൊക്കെ ആഘോഷിക്കുന്ന സമയമായിരുന്നു. യൂദാസ്ലീഹായുടെ സ്പെഷ്യലൈസേഷൻ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നതാണല്ലോ. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്താണ് അസാധ്യ കാര്യം? പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസാധ്യ കാര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതിനെക്കുറിച്ചായിരുന്നു ദൈവജനത്തോട് സംസാരിച്ചതും. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു അസാധ്യ കാര്യത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പല ആവർത്തി ചെയ്യാൻ ശ്രമിച്ച് കുറച്ചു കാലം ചെയ്ത് വീണ്ടും വീണുപോയ ഒരു അസാധ്യ കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ബോധപൂർവം ആദ്യം പ്രാർത്ഥനയിൽ പറഞ്ഞത്, ഇത് കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, സത്യമാണത്. അങ്ങനത്തെ ഒരു വിഷയമാണിത്. റോമാലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. റോമാലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. നിരുപാധികം ക്ഷമിക്കുവിൻ. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഈ കാലത്തെ അസാധ്യ കാര്യം ഇതല്ലാതെ മറ്റെന്താണ്? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളൊക്കെ കുർബാന കൂടുന്നുണ്ട്, നമ്മളൊക്കെ വചനം കേൾക്കുന്നുണ്ട്, നമ്മളൊക്കെ ധ്യാനത്തിന് പോകുന്നുണ്ട്, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് മുമ്പ് മുട്ടുകുത്തുന്നുണ്ട്, ജപമാല ചൊല്ലുന്നതൊക്കെ ശരിയാണെങ്കിലും ഹൃദയത്തിൽ എവിടെയോ ഉള്ളറകളിൽ അടച്ചു പൂട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു വിഷയമാണിത്. പക്ഷെ ഇത് പറയരുത്. ബാക്കിയൊക്കെ ഞാൻ നന്നായിക്കൊള്ളാം, ഇത് പറയരുത്. ആരോടൊക്കെയോ നമുക്ക് പൊറുക്കാനുണ്ട്, ആരോടൊക്കെയോ നമുക്ക് ഇനിയും ക്ഷമിക്കാനുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശത്തെ അകത്തേക്ക് കടത്തിവിടാൻ കഴിയാത്ത വിധം ഏതോ ഇരുട്ടറയ്ക്കുള്ളിൽ നമ്മൾ പൂട്ടിവെച്ചിരിക്കുകയാണ് ക്ഷമിക്കാനാകാത്ത ചില അനുഭവങ്ങളെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിരുന്ന് ചിന്തിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ്. ഒന്ന് ഓർത്ത് നോക്കി, ആരോടൊക്കെ ക്ഷമിക്കാനുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇന്ന് കൂടുതൽ കലഹവും വിദ്വേഷവും ദൂരെയുള്ളവർ തമ്മിലല്ല, കൂടപ്പിറപ്പുകൾ തമ്മിൽ, ചേട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും തമ്മിൽ, ചേട്ടനും അനിയനും തമ്മിൽ, ആങ്ങളെയും പെങ്ങളും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പനോട് അമ്മയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് എൻ്റെ വചന വ്യാഖ്യാനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഇതുകൊണ്ടൊരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തു പറയുന്നോ അതിനോട് ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് തന്നെയാണ്. കാരണം ക്ഷമിക്കാനാകാത്തതിൻ്റെ ഈ ബന്ധനത്തെ നമുക്ക് പൊട്ടിച്ചെറിഞ്ഞേ പറ്റൂ. അതിന് ഞാൻ ഉപദേശങ്ങൾ തരികയല്ല, ഒന്നും പറയാനില്ല ഈ വിഷയത്തെക്കുറിച്ച്. കാരണം എൻ്റെ ഉള്ളിലോ എവിടേക്കെയോ ആരോടൊക്കെയോ ക്ഷമിക്കാൻ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എൻ്റെയും ഏറ്റുപറച്ചിലാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ മേലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാനും ഇത് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതി, വിശുദ്ധ ഗ്രന്ഥത്തിലെ പലയിടങ്ങളിൽ ക്ഷമിച്ചവരെ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പലയിടങ്ങളിൽ നിരുപാധികം ക്ഷമിച്ച ചില മനുഷ്യരെ കണ്ടിട്ട് അവരിൽ നിന്നും നമ്മൾ പാഠം പഠിക്കാൻ
ശ്രമിക്കുകയാണ്. ക്ഷമയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രം ഇങ്ങനെ സൂര്യശോഭയോടെ നിൽക്കും. ക്ഷമയുടെ അവതാരമായിട്ടൊരാൾ നിൽക്കും. ആരാന്നറിയാമോ അത്? പൂർവ യൗസേപ്പ്. അത്രത്തോളം ക്ഷമിച്ച ഒരു മനുഷ്യനെ നമ്മൾ പിന്നെ എങ്ങും കാണണമെന്നില്ല. എന്തായിരുന്നു സംഭവം? യൗസേപ്പിനെ പോലെ ഉപദ്രവം സഹിക്കേണ്ടി വന്ന ഒരാളുണ്ടോ? കൂടപ്പറപ്പുകൾ, സ്വന്തം സഹോദരങ്ങള് പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് എടുത്ത് ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിറ്റു. അവിടുന്ന് പിന്നെയും നരകയാതനകൾ. പൊത്തിഫറിന്റെ വീട്ടിൽ വേലക്കാരനായിട്ട് നിന്നു. അവിടെ നിൽക്കുമ്പോഴൊക്കെയും യൗസേപ്പിനെ കുത്തി നോവിക്കുന്നത് എന്താണ്? ഇതെല്ലാം അവന്മാരൊപ്പിച്ചു വെച്ച പണിയാണ്. ഇന്നും ജീവിതത്തിന്റെ ചില സഹനയാതനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഇത് അവനൊപ്പിച്ചു വെച്ച പണിയാണ്, അന്ന് തുടങ്ങിയ ഉപദ്രവമാണ്, അതിന്റെ തുടർച്ചയാണിത്. അങ്ങനെ ഉപദ്രവങ്ങളുടെ, സഹനങ്ങളുടെ നീണ്ട ചങ്ങലകൾക്ക് ഇപ്പുറത്ത് സംഭവിച്ചത് എന്താണ്? യൗസേപ്പ് അവിടെ നിന്ന് പിന്നെ പതുക്കെ യൗസേപ്പിനെ ദൈവം ഇങ്ങനെ ഉയർത്തിയിട്ട് ഈജിപ്തിൽ ഫറവോ കഴിഞ്ഞുള്ള അടുത്ത സ്ഥാനത്തിന് ജോസഫ് അർഹനാവുകയാണ്. അങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇസ്രായേൽ പട്ടിണി വന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വേഗം പറഞ്ഞു പോകുന്നത്. ഇസ്രായേൽ പട്ടിണി വന്നു. യാക്കോബും മക്കളും അഭയം തേടി ഈജിപ്തിലേക്ക് എത്തുകയാണ്. ആരാണോ തന്നെ വേദനിപ്പിച്ചത്, ആരാണോ തനിക്ക് ഇത്രയധികം കണ്ണീര് തന്നത്, അവരൊക്കെ ഇപ്പോൾ ജോസഫിന്റെ മുമ്പിൽ. ശരിക്കും നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ക്ഷമിക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആരോടും പകരം വീട്ടാൻ പോകത്തില്ല. നമ്മൾ എപ്പോഴും ന്യായീകരിക്കുന്ന എന്താ? അച്ചോ ശരിയാണ്, ചില വേദനകളൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, ആർക്കും ഒരു വേദനയും കൊടുക്കുന്നില്ലല്ലോ, എന്നോട് ചെയ്തു വെച്ച് നോക്കുമ്പോൾ എത്ര അധികമായിട്ട് ചെയ്യേണ്ടിയിരുന്ന പക്ഷെ ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളിലെ നിഗൂഢമായ ഒരു ആഗ്രഹം എന്താണെന്നറിയാമോ? ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഒരു ദിവസം എൻ്റെ മുമ്പിൽ വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതേലാണ് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുന്നത്, നമ്മൾ പകരം വീട്ടാതെ പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യൗസേപ്പിന്റെ മുമ്പിൽ അവനെ വേദനിപ്പിച്ചവര് വന്നു നിന്ന ദിവസമാണത്. സഹോദരങ്ങൾ ഒന്നിക്കുകയാണ്. ഇനി യൗസേപ്പ് എടുത്ത നിലപാടാണ് ശ്രദ്ധിക്കേണ്ടത്. യൗസേപ്പ് എന്താ ചെയ്തത്? യൗസേപ്പിന് ഒന്നാന്തരമായിട്ട് അവരെ കരയിപ്പിക്കാമായിരുന്നു. യൗസേപ്പ് തന്റെ കൂടപ്പുറപ്പുകളെ കരയിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ചെയ്തു. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 24 വാക്യം. ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു. അവൻ ഒറ്റയ്ക്കൊരു മുറിക്കകത്തോട്ട് പോവുകയാണ്. തന്റെ കൂടപ്പുറപ്പുകളെ വിട്ട് മറ്റൊരു മുറിയിൽ പോയി അകത്തിരുന്ന് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ് ജോസഫ്. പ്രിയമുള്ളവരെ, നമ്മളെ വേദനിപ്പിച്ചവരെ കരയിപ്പിക്കാൻ, പകരം വീട്ടാൻ നമുക്ക് അവസരം കിട്ടുമ്പോഴും നമുക്ക് തീരുമാനിക്കാം, വേണ്ട, ആരും കരയണ്ട, ഞാൻ വേദനിച്ചോളാം. കാരണം ജോസഫിന് തിരിച്ചറിവ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എപ്പോഴെന്നറിയാമോ? ജീവിതത്തിൽ കിട്ടിയ സഹനങ്ങള് ഒക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇസ്രായേലിൽ ക്ഷാമം വരുമെന്നറിഞ്ഞിട്ട് ദൈവം ജോസഫിനെ മുമ്പേ അയച്ചതുപോലെ ചില സഹനങ്ങളെ അതങ്ങനെ ദൈവം അനുവദിച്ചു കൊടുത്തതാണെന്ന് വിചാരിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. നിരുപാധികം ക്ഷമിക്കാം, ചെറിയൊരു വാശി പിടിക്കാം. ഞാൻ കരഞ്ഞാലും ഞാനായിട്ട് ആരെയും കരയിപ്പിക്കില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഈർന്നണിയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ് അതിനവസരം തരുന്നത്. ഞാൻ കരഞ്ഞാലും ഇത്രയധികം വേദനിച്ചിട്ട് സാമ്പത്തിക തകർച്ചയുടെ പടുകുഴിയിലേക്ക് എന്നെ അവർ തള്ളിയിട്ടു. അപമാന ഭാരത്തിൻ്റെ വലിയ നുകങ്ങൾ എൻ്റെ തോളിൽ വെച്ചു തന്നു. എന്നെ ഒന്നുമില്ലാത്തവനാക്കി, ഒന്നുമില്ലാത്തവളാക്കി, എന്നെ തകർത്തെറിഞ്ഞു കളഞ്ഞു. പക്ഷേ ഞാൻ കരഞ്ഞോളാം. ഞാൻ കരഞ്ഞാലും ഞാനായിട്ട് ആരെയും കരയിപ്പിക്കില്ലെന്നുള്ള സ്നേഹശാഠ്യം ജോസഫിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കാം. ഇത്രയേ ഉള്ളൂ ജോസഫ് പഠിപ്പിക്കുന്ന പാഠം. സഹനങ്ങളെ ദൈവിക പദ്ധതിയാക്കി മനസ്സിലാക്കുക. ഞാൻ കരഞ്ഞാലും ആരെയും കരയിപ്പിക്കില്ലെന്ന് തീരുമാനിക്കുക. മറ്റൊരു കഥാപാത്രം ദാവീദാണ്. പഴയ നിയമത്തിൽ ക്ഷമയുടെ പാഠം പഠിപ്പിക്കുന്ന മറ്റൊരു കഥാപാത്രം ദാവീദാണ്. എന്നോടൊപ്പം സഞ്ചരിക്കണം നിങ്ങൾ. ഇത് കഴിയുമ്പോൾ നമ്മൾ റിവിഷൻ നടത്തും. അപ്പോൾ നിങ്ങൾ എന്നോടൊപ്പം മനസ്സിൽ പറഞ്ഞു വന്നേക്കണം. ദാവീദ് എന്താ ചെയ്തത്? ദാവീദിനെ കൊല്ലാൻ വേണ്ടി സാവൂള്
പറ്റുന്ന പണിയൊക്കെ ചെയ്തു. നിലത്ത് നിർത്താതെ ഓടിക്കുകയാണ് ദാവീദിന് സ്വസ്ഥതയും സ്വൈര്യവും കൊടുത്തിട്ടില്ല. ഉപദ്രവിക്കാവുന്നത് പോലൊക്കെ ഉപദ്രവിക്കുകയാണ് ദാവീദിനെ. പക്ഷെ ദാവീദ് ഒരു തിന്മയും സാവൂളിനെതിരെ ചെയ്തിട്ടല്ല ഇത് ചെയ്തതെന്ന് ഓർത്തേക്കണം. പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആർക്കും ഒരു തിന്മയും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ചില മനുഷ്യര് നമ്മുടെ വളർച്ച കണ്ട് സഹിക്കാതെ നമ്മളെ തകർക്കാൻ ഇറങ്ങിത്തിരിക്കും. അവരോട് നമുക്ക് ദേഷ്യം കൂടും. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഉപദ്രവം ആർക്കും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്നെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവര്, അവരെ ഞാൻ എങ്ങനെ അവരോട് ക്ഷമിക്കണം, എങ്ങനെ അവരെ ഞാൻ വെറുതെ വിടണം? നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, ന്യായീകരണമാണ്. ക്ഷമിക്കാതിരിക്കാൻ നമ്മൾ വെക്കുന്ന ന്യായീകരണമാണത്. ഒന്നും ചെയ്യാത്തന്നെ ചെന്നായി വേട്ടയാടുന്നത് പോലെ പുറകെ ഓടിച്ചിട്ട് വേട്ടയാടിയവരല്ലേ അവര്, ഞാൻ ക്ഷമിക്കണോ അവരോട്? അതാണ് ദാവീദ് പഠിപ്പിക്കുന്ന പാഠം. അങ്ങനെയുള്ളവർക്കുള്ള ഉത്തരമാണ് ദാവീദ് തരുന്നത്. ഇങ്ങനെ ഓടി നടന്ന ദാവീദിന്റെ മുമ്പിലേക്ക് സാവൂളിനെ ദൈവം ഇട്ടുകൊടുക്കുകയാണ്. നമുക്ക് ആ ദൃശ്യം അറിയാം. സാമുവേലിന്റെ 1-ാം പുസ്തകം 24-ാം വാക്യത്തിൽ ദാവീദും കൂട്ടരും ഒളിച്ചിരുന്ന ഗുഹയ്ക്കുള്ളിൽ സാവൂളും വന്നിരിക്കുന്നു അറിയാതെ. അപ്പോൾ ദാവീദിന്റെ അനുചരന്മാര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ ദൈവമാണ് നിനക്ക് സാവൂളിനെ മുമ്പിൽ കൊണ്ടുവന്നത്, കൊന്നേക്കവനെ, കൊന്നു കളയുക എന്ന് സഹായികൾ ഉപദേശിക്കുമ്പോൾ ദാവീദ് ചെയ്തത് എന്താണ്? ദാവീദ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം മുറിച്ചെടുത്തിട്ട് ഗുഹയ്ക്ക് പുറത്തിറങ്ങുകയാണ്. മേലങ്കിയുടെ അറ്റം മുറിച്ച് കൈകളിൽ പിടിച്ചിട്ട് ഗുഹയ്ക്ക് പുറത്തിറങ്ങിയിട്ട് ദാവീദ് വിളിക്കുന്നുണ്ട് സാവൂളിനെ, യജമാനനെ, അങ്ങേ കൊല്ലാൻ എനിക്ക് അവസരം കിട്ടി, പക്ഷെ കൊന്നില്ല, ദാ മേലങ്കിയുടെ അറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അതായത് ദാവീദ് സാവൂളിനോട് ക്ഷമിച്ചെന്ന് നമ്മളും സാവൂളും മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന അത്ഭുതമുണ്ട്. പിന്നെ ഈ സാവൂൾ, ഇത്രയും കാലം ദാവീദിനെ കൊല്ലാൻ നടന്ന സാവൂള് ദാവീദിനെ നോക്കി പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇന്നു നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. സാമുവേലിന്റെ 1-ാം പുസ്തകം 24-ാം അധ്യായം 19-ാം വാക്യമാണ്. കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ എന്ന് സാവൂൾ ദാവീദിനെ ആശംസിക്കുകയാണ്. നീ തീർച്ചയായും രാജാവാകും, ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടും. ഇത്രയും നാൾ കൊല്ലാൻ നടന്ന സാവൂള് ദാവീദിന്റെ മേൽ അനുഗ്രഹത്തിന്റെ വർഷം ചൊരിയുകയാണ്, ദാവീദിനെ അഭിഷേകം ചെയ്യുകയാണ്. എന്താ സംഭവം എന്നറിയാമോ പ്രിയമുള്ളവരെ? നമ്മുടെ ശത്രുക്കളുടെ കയ്യിലാണ് ദൈവം നമുക്കായുള്ള അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. ഇതോർത്തു വെച്ചേക്ക്. നമ്മുടെ ശത്രുക്കളുടെ കൈകളിലാണ് ദൈവം നമുക്കായുള്ള അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. നമുക്കുള്ള അഭിഷേക തൈലം ദൈവം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളുടെ കൈകളിലാണ്. എപ്പോൾ നമ്മൾ അവരോട് നിരുപാധികം ക്ഷമിക്കുന്നു, അപ്പോൾ നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയപ്പെടും. ഇനിയുമുണ്ട് ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു അത്ഭുതം. ഏസാവും യാക്കോബും. യാക്കോബ് എന്തൊരു പണിയാണ് ഏസാവിന് കൊടുത്തത്! സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അവന്റെ കടിഞ്ഞൂൽ പുത്ര അവകാശമാണ് ഏസാവിൽ നിന്ന് വിദഗ്ധമായിട്ട് യാക്കോബ് തട്ടിയെടുത്തത്. ഇപ്പോൾ യാക്കോബും ഏസാവും കണ്ടുമുട്ടാൻ പോവുകയാണ്. ഈ തരികിടയൊക്കെ യാക്കോബ് ഒപ്പിച്ചിട്ട് അതിനുശേഷം യാക്കോബും ഏസാവും കൂടെ ആദ്യമായിട്ട് പരസ്പരം കുടുംബസമേതം കണ്ടുമുട്ടാൻ പോകുന്ന നേരമാണ്. യാക്കോബ് പേടിച്ചിട്ട് ആലില പോലെ വിറയ്ക്കുകയാണ്. യാക്കോബ് ചെയ്തത് ലേയെയും റേച്ചലിനെയും ഒക്കെ നിർത്തി, മക്കളെ പലതായിട്ട് തിരിച്ചു നിർത്തി, ഇങ്ങനെ വിഭജിച്ചൊക്കെ നിർത്തിയിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. 7 തവണ കുമ്പിടുകയാണ്. ഏസാവിനെ കാണാൻ പോകുന്ന വഴിക്ക് യാക്കോബ് 7 തവണ കുമ്പിട്ട് അത്രമേൽ പേടിച്ച് ഭയചകിതനായിട്ടാണ് യാക്കോബ് ഏസാവിനെ സമീപിക്കുന്നത്. പക്ഷെ ഏസാവ് ചോദിക്കുകയാണ്, അനിയ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? യാക്കോബ് പറയുകയാണ്, നിന്റെ പ്രീതിക്ക് പാത്രമാകാനാണ്. ഏസാവ് പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞല്ലോ എന്ന് ഏസാവ് പറയുമ്പോൾ യാക്കോബ് ഏസാവിനെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ മുഖം ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ്. നിന്റെ മുഖം ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ്. അത്രമേൽ ദയയാണ് നീ എന്നോട് കാണിച്ചത്. പ്രിയമുള്ളവരെ, ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം, നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖമായി മാറും. നമ്മളിൽ മറ്റുള്ളവർ ദൈവത്തെ കാണും. നിരുപാധികം ക്ഷമിക്ക്, പിന്നെയും പിന്നെ ക്ഷമിക്കെന്ന് പറയുന്നതിൻ്റെ കാരണം, ക്ഷമിക്കുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടും, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരവും. ഇതോർത്ത് വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് സ്വർഗം കിട്ടും, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക്
മാനസാന്തരവും ഉണ്ടാകും. ആരാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്? എസ്തപ്പാനോസ്, ആദ്യത്തെ രക്തസാക്ഷി. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 54-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നില്ലേ എസ്തപ്പാനോസിന്റെ പ്രാർത്ഥന? ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. 7-ാം അധ്യായത്തിൽ എസ്തപ്പാനോസ് ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ 8-ാം അധ്യായത്തിൽ സംഭവിക്കുന്ന കാര്യം എന്തെന്നറിയാമോ? സാവൂളിന്റെ മാനസാന്തരം. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ സ്വർഗം കരയേറ്റും. നമ്മളെ ഉപദ്രവിച്ചവർക്ക് ദൈവം മാനസാന്തരത്തിൻ്റെ അരൂപി നൽകും. ഈ ബൈബിൾ കഥാപാത്രങ്ങളിൽ റിവിഷൻ നടത്തണം നമുക്ക്. എന്നിട്ട് ഞാൻ മറ്റൊരു സെഷനിലേക്ക് കടക്കുകയാണ്, ക്ഷമയെക്കുറിച്ച്. ആരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്? ഒന്നാമത് ചിന്തിച്ചത് ജോസഫിനെ കുറിച്ച്. എന്താ പറഞ്ഞത്? സഹനങ്ങളെ, ചില ഉപദ്രവങ്ങളെ ദൈവിക പദ്ധതിയായി കാണുക. ഞാൻ കരഞ്ഞാലും ആരെയും കരയിപ്പിക്കില്ല. രണ്ടാമത്തതാരായിരുന്നു? ദാവീദ്. ദാവീദ് പഠിപ്പിക്കുന്ന പാഠം, നമുക്കുള്ള അനുഗ്രഹം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളുടെ കൈകളിലാണ്. ക്ഷമിക്കുമ്പോൾ അനുഗ്രഹം നമ്മുടെ മേൽ വന്നു വീഴും. മൂന്നാമത് ഏസാവ്, ക്ഷമിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. നാലാമത് എസ്തപ്പാനോസ്, ക്ഷമിക്കുമ്പോൾ സംഭവിക്കും, നമുക്ക് സ്വർഗം കിട്ടും, അവർക്ക്, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് മാനസാന്തരവും കിട്ടും. ഇത്രയും പറഞ്ഞിട്ടും എനിക്കറിയാം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഊറിച്ചിരിച്ചുകൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ശ്രോതാക്കൾ, അച്ചോ എന്നിട്ടും പറ്റുന്നില്ല. എപ്പോഴെങ്കിലും ഒക്കെ തിരുവചന വ്യാഖ്യാനം നമുക്ക് മനസ്സിലാകാതെ വരുമ്പോൾ, വചനം തരുന്ന സന്ദേശങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോൾ ഉടനെ വായിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? ഉടനെ വായിക്കേണ്ടത് എന്താണെന്നറിയാമോ? വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കണം. തിരുവചനത്തിൻ്റെ വ്യാഖ്യാനമാണ് വിശുദ്ധരുടെ ജീവിതം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ക്ഷമയുടെ മകുടോദാഹരണമായി നിൽക്കുന്ന ഗ്ലാഡിസ് സ്റ്റെയിൻസ് എന്ന ഓസ്ട്രേലിയൻ മിഷണറി. എന്താ സംഭവം? 1999 ജനുവരി 23-ാം തീയതി ഇവരുടെ ഭർത്താവും 2 മക്കളും, 6ഉം 10ഉം വയസ്സുള്ള 2 മക്കളും പച്ചയ്ക്ക് ചുട്ടുകൊല്ലപ്പെട്ടു. ധാരാ സിംഗ് എന്ന അക്രൈസ്തവൻ ഈ അപ്പനെയും 2 മക്കളെയും പച്ചയ്ക്ക് കൊന്നപ്പോൾ പകച്ചു പോയിട്ടുണ്ടാകണം ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസ്. സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഈ മണ്ണിൽ വന്നതാണ്, നന്മ മാത്രം ചെയ്തതാണ്. എന്നിട്ടും ഇത്രയും വലിയൊരു കൊടും ദ്രോഹമാണ് ഈ സ്ത്രീക്ക് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ 2003 സെപ്റ്റംബർ 3-ാം തീയതി ഹിന്ദു പത്രത്തിന്റെ തലക്കെട്ട് എന്തായിരുന്നറിയാമോ? ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ വാക്കുകളായിരുന്നു. ധാരാ സിംഗിനോട് ഞാൻ നിരുപാധികം ക്ഷമിക്കുന്നു. അപ്പോൾ തന്നെ അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു. ചോദ്യങ്ങളുണ്ടായി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളോട് ഗ്ലാഡിസ് സ്റ്റെയിൻസ് നിരുപാധികം ക്ഷമിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചമെന്നുള്ളത്? ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ ഉത്തരം അത്രമേൽ മനോഹരമായിരുന്നു. ഗ്ലാഡിസ് സ്റ്റെയിൻസ് പറഞ്ഞു, അത് നിയമവശം, അയാളെ കൊലയ്ക്ക് വിധിച്ചിരിക്കുന്നത് നിയമവശം, പക്ഷെ ഞാൻ ക്ഷമിക്കുന്നത് കൊണ്ട് അയാൾക്ക് സ്വർഗം നഷ്ടപ്പെടാതിരിക്കും, സ്വർഗത്തിലേക്കുള്ള അയാളുടെ അർഹത നഷ്ടപ്പെടാതിരിക്കും. ഞാൻ ക്ഷമിക്കുന്നത് വഴി ആ ബന്ധനം അയാളിൽ നിന്ന് മാറിപ്പോകുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷമിക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് സ്വർഗം കിട്ടും. റാണി മരിയായും ഗ്ലാഡിസ് സ്റ്റെയിൻസും ഒക്കെ നമ്മുടെ മണ്ണിൽ ഇങ്ങനെ ക്ഷമയുടെ ഉദാഹരണങ്ങളായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളെ വെല്ലുവിളിക്കുകയാണെന്ന് ഓർക്കണം. നമുക്ക് നിരുപാധികം ക്ഷമിക്കാം. നമ്മളെ ആരെയും 54 വെട്ടുവെട്ടിയിട്ടില്ലല്ലോ ആരും. നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരും അത്രമേൽ ദ്രോഹിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ആരും പച്ചയ്ക്ക് ചുട്ടുകൊന്നിട്ടില്ലല്ലോ. എന്നിട്ടും നിരുപാധികം ക്ഷമിക്കുവാൻ, എല്ലാം മറന്നു പൊറുക്കുവാൻ ഈ മനുഷ്യർ കാണിച്ച നന്മയുണ്ടല്ലോ, സുവിശേഷത്തിന്റെ മൂല്യമുണ്ടല്ലോ, അതിന്റെ പങ്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക്. ഇനി അത്രയും കൂടി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഒരു വിശുദ്ധയുടെ മാധ്യസ്ഥ്യം ശക്തമായി തേടി പ്രാർത്ഥിച്ചോണം. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ മാധ്യസ്ഥ്യം ശക്തമായിട്ട് തേടി പ്രാർത്ഥിച്ചോണം. ആരാന്നറിയാമോ? 11 വയസ്സുള്ള ഒരു വിശുദ്ധ മരിയ ഗൊരേത്തി. വിശുദ്ധ മരിയ ഗൊരേത്തി 11 വയസ്സിൽ ഈ ഭൂമി വിട്ടു പോയവളാണ് അവള്. എന്താ സംഭവം എന്നറിയാമല്ലോ? സുന്ദരിയായ മിടുക്കി കുഞ്ഞായിരുന്ന അവളെ അലസാന്ദ്രോ എന്ന കൗമാരക്കാരന് അവളുടെ മേൽ ആകർഷണമുണ്ടായി. ഇവളെ സ്വന്തമാക്കാൻ തോന്നി. അപ്പോഴൊക്കെ ഇവള് പറഞ്ഞു, പാപമാണ്. ഇവനൊരു ദിവസം ഇവളെ കടന്നു പിടിച്ചപ്പോൾ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ സർവശക്തി ഉപയോഗിച്ച് ഇവൾ തടഞ്ഞു.
എന്തായിരുന്നു അവസാനം? 14 വെട്ടുവെട്ടി ഈ അലസാന്ദ്രോ ഈ കൊച്ചു വിശുദ്ധയെ, മരിയ ഗൊരേത്തിയെ 14 വെട്ടുവെട്ടി ചോര വാർന്നൊടുങ്ങുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കും ഈ മരിയ ഗൊരേത്തി പറഞ്ഞ വാക്കുകൾ, ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് മരിയ ഗൊരേത്തി പറഞ്ഞ വാക്കുകൾ, അലസാന്ദ്രയോട് ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു, എനിക്ക് അവനെ എന്നോടൊപ്പം സ്വർഗത്തിൽ കാണണം, അലസാന്ദ്രയെ എനിക്ക് എന്നോടൊപ്പം സ്വർഗത്തിൽ കാണണമെന്ന് പറഞ്ഞ് തൻ്റെ മേൽ 14 വെട്ടുവെട്ടിയവനോട് പൂർണ്ണമായും ക്ഷമിച്ച് മരിയ ഗൊരേത്തി കണ്ണടച്ചപ്പോൾ, അവൾ സ്വർഗം പൂകിയപ്പോൾ സംഭവിച്ച അത്ഭുതം എന്താണെന്നറിയാമോ? ജയിൽവാസം കഴിഞ്ഞിട്ട് അസൂന്തായി മരിയ ഗൊരേത്തിയുടെ അമ്മയെ കാണാൻ വേണ്ടി അലസാന്ദ്രോ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അസൂന്ത പറഞ്ഞു, എൻ്റെ മകൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് പൂർണ്ണമായും നിന്നോട് ക്ഷമിക്കാൻ കഴിയും. എൻ്റെ മകൾ ക്ഷമിച്ചതാണ് നിന്നോട്, ഞാനും നിന്നോട് പൂർണ്ണമായും ക്ഷമിക്കുന്നുവെന്ന് അസൂന്ത അലസാന്ദ്രയോട് പറയുകയാണ്. ഇങ്ങനെ ഇപ്രകാരം ക്ഷമയുടെ സ്നേഹവർഷം, സ്നേഹമഴ ഇയാളുടെ മേൽ, അലസാന്ദ്രയുടെ മേൽ പെയ്തിറങ്ങിയപ്പോൾ സംഭവിച്ച അത്ഭുതം, മഹാത്ഭുതം എന്ന് പറയട്ടെ. മരിയ ഗൊരേത്തിയെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വിശുദ്ധയായി പ്രഖ്യാപിച്ച് അൾത്താരയിൽ വണക്കത്തിനായി ഉയർത്തിയ ദിവസം അത് കേട്ടുകൊണ്ടിരുന്ന അസൂന്തായുടെ തൊട്ടടുക്കൽ അസൂന്തായുടെ കൈ പിടിച്ചുകൊണ്ട് ആളിരിപ്പുണ്ടായിരുന്നു കപ്പൂച്ചിൻ സന്യാസിയായി മാറിക്കഴിഞ്ഞിരുന്ന അലസാന്ദ്രോ. കണ്ടോ, ഒരു കൊലപാതകി കപ്പൂച്ചിൻ സന്യാസിയായി മാറുന്നത് ക്ഷമ വന്നപ്പോൾ, ക്ഷമിച്ചപ്പോൾ. പ്രിയമുള്ളവരെ, നമുക്ക് ക്ഷമിക്കാം. ഒരു പരാതിയും പറയരുത് ദൈവത്തോട്. ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല നമുക്ക്, ഒരു ന്യായീകരണവും ഇല്ല നമുക്ക്. നിരുപാധികം നമുക്ക് ക്ഷമിക്കാം. എല്ലാ വേദനകളും മറന്ന് ക്ഷമിക്കാം. കാരണം അത് അപ്രകാരം ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യം അത് നമുക്കും നമ്മളെ വേദനിപ്പിച്ചവർക്കുമുള്ള അനുഗ്രഹത്തിൻ്റെ ആരംഭമായിരിക്കണം. ഹെബ്രായ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 12-ാം അധ്യായം 15-ാം വാക്യം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ദൈവകൃപ എനിക്കും നിങ്ങൾക്കും നമുക്കാർക്കും നഷ്ടപ്പെടാതിരിക്കട്ടെ. നമുക്ക് നിരുപാധികം ക്ഷമിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരട്ടെ. ആമേൻ.